ഞാൻ ഇവരുടെ ആരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസ കൊണ്ടല്ല സിനിമ ചെയ്തത്. സ്വന്തമായി സിനിമ ചെയ്യുന്ന, സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അങ്ങനെ എന്നെ ഭയപ്പെടുത്തണ്ട. അതാണ് സുരേഷ് ഏട്ടൻ എന്നോട് ഇവരെയൊക്കെ എഴുന്നള്ളിച്ചുകൊണ്ട് ഇനി പോകാം, ഫിലിം പോളിസിയുടെ മീറ്റിങ്ങിൽ സ്ത്രീകളും കൂടെ വരട്ടെ എന്ന് പറഞ്ഞു. ഇനിയിപ്പോ ഇവരെല്ലാം കൂടെ എഴുന്നള്ളിച്ചുകൊണ്ട് പോവാം എന്ന് പറഞ്ഞു. അപ്പൊ അത് ആ ചുറ്റും ഇരുന്നവര് മുഴുവൻ ചിരിച്ചു കേട്ടിട്ട്, മനസ്സിലായി? എല്ലാരും സ്ത്രീകളടക്കം ചിരിച്ചു. ഞാൻ പറഞ്ഞു, എഴുന്നള്ളിച്ചോണ്ട് പോകാൻ നിങ്ങൾ ആരെങ്കിലും എഴുന്നള്ളിച്ചോണ്ട് പോകുന്ന സിനിമ ചെയ്തവരാണോ എന്ന് ഞങ്ങളെന്ന് ചോദിച്ചു. സാൻഡ്ര, ആണിനും പെണ്ണിനും സുഹൃത്തുക്കളായിരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും, തീർച്ചയായിട്ടും പറ്റും. പറ്റായൊന്നുമില്ല. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ ഇന്റർനെറ്റ് വരുന്നത്. ഈ ഇന്റർനെറ്റ് വരുന്ന സമയത്ത് കേരള ചാറ്റ് എന്നും പറഞ്ഞുകൊണ്ടൊരു ഇതുണ്ടായിരുന്നു, അറിയോന്ന് എനിക്കറിയില്ല. കേരള ചാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചാറ്റ് റൂം ഉണ്ടായിരുന്നു. അങ്ങനെ 8ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ട ഒരാളാണ് നിതിൻ. ഫുൾ നെയിം പറയുന്നില്ല, നിതിൻ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഫ്രണ്ട്. അപ്പം അന്ന് മുതൽ ഇന്ന് വരെ എന്ന് പറയാൻ പറ്റത്തില്ല, കഴിഞ്ഞൊരു വർഷം വരെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഞങ്ങള്. ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഏറ്റവും എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു നിതിൻ എന്ന് പറയുന്നത്. അതായത് എൻ്റെ ഏറ്റവും എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ പരിചയപ്പെട്ട, അപ്പൊ ഞങ്ങൾ കുടുംബപരമായിട്ടും സുഹൃത്തുക്കളാ, മനസ്സിലായോ? അത് സുഹൃത്തുക്കളായത്. ഇപ്പൊ ഞാൻ പണ്ട് കേരള ചാറ്റ് ചെയ്യുന്ന സമയത്ത്, കേരള ചാറ്റിൽ ഇരിക്കുന്ന സമയത്ത് എന്റെ പപ്പയും കൂടെ ഉണ്ട്, മനസ്സിലായോ? അപ്പൊ ഒരുമിച്ചിരുന്ന ഇത് എന്താന്ന് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ പരിചയപ്പെട്ടതാണ് ഇതിന്. അപ്പം ഞങ്ങൾ കുടുംബമായിട്ടും സുഹൃത്തുക്കളാണ്. അപ്പം അന്ന് മുതൽ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എൻ്റെ ലവ് ലൈഫ്, എൻ്റെ എല്ലാ ഉയർച്ചകളും താഴ്ചകളും എല്ലാം അറിയാവുന്നവരാണ് സൂക്ഷിപ്പുകാരൻ. അപ്പൊ എനിക്ക് എന്ത് വന്നാലും ഇങ്ങനെ വന്നു, എന്താ ഞാൻ ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചിരുന്ന ഫസ്റ്റ് കോള് വിളിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ എന്നാൽ കുറച്ചു നാളെ ഞങ്ങൾ മിണ്ടത്തില്ലായിരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ പിണങ്ങിയിരിക്കുന്നതല്ല, ചിലപ്പം വിളിച്ച് ഒരിടയ്ക്ക് കുറേ നേരം സംസാരിക്കും, അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് മിണ്ടാതിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങൾ തമ്മിൽ അകന്നുപോയി. അതിനി ഒരിക്കലും അടുക്കാൻ പറ്റാത്ത രീതിയിൽ അകന്നുപോയി. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വിഷയം വന്നപ്പോൾ അവൻ എൻ്റെ കൂടെ നിന്നില്ല എന്ന് പറയുന്നതിൽ അവൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ പബ്ലിക്കായി അവർക്ക് എഗെയിൻസ്റ്റ് പോവാൻ പാടില്ലായിരുന്നു. അവരെല്ലാം വളരെ ശക്തരായ ആളുകളാണ്. ശക്തരായ ആളുകൾക്ക് എഗെയിൻസ്റ്റ് ഞാൻ അങ്ങനെ പോവാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് അവൻ്റെ സ്റ്റാൻഡ്. അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ, അത് ഒരു കാലത്തും ഇനി യോജിക്കാൻ പറ്റില്ല. കാര്യം നമ്മള് എൻ്റെ എല്ലാ ഉയർച്ചകളും താഴ്ചകളും കണ്ട എന്നെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ എന്തുകൊണ്ട് ഞാൻ അതിന് പ്രതികരിച്ചു എന്ന് മനസ്സിലാക്കാതിരുന്നത്, മനസ്സിലായോ? എന്തുകൊണ്ട് ഞാനത് പ്രതികരിച്ചു എന്ന് മനസ്സിലാക്കാതിരിക്കും. ആ സമയത്ത് അവൻ ഒരു ആണിന്റെ പോയിന്റ് ഓഫ് വ്യൂലാ ചിന്തിച്ച്. അത് ഞാൻ എന്താണ്, അത് എന്തുകൊണ്ടാന്ന് എനിക്കറിയത്തില്ല. അതായത് കംപ്ലൈന്റുമായി വരരുതായിരുന്നു, പുറത്തേക്ക് വരരുതായിരുന്നു, അത് ഇഗ്നോർ ചെയ്ത് വിടണമായിരുന്നു. നമുക്ക് അനുഭവങ്ങൾ വരും. നമ്മൾ ഇനിയും സിനിമ ചെയ്യണം, നമ്മൾ ഇനിയും ബിസിനസ് ചെയ്യേണ്ടതല്ലേ. ബിസിനസ് ചെയ്യുമ്പോൾ, ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാള് ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ ബിസിനസ്സിനെ അറ്റ് സ്റ്റേക്ക് ആക്കിക്കൊണ്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്തത് ശരിയാണ്. ബാധിക്കും. അവിടെ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി അപ്പുറത്തുണ്ട്. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി ഹേർട്ടായിട്ടുണ്ട്. അത് ബാക്കിയുള്ളവരെല്ലാവരും അല്ലാന്ന് പറഞ്ഞാലും എന്നെ മനസ്സിലാക്കുന്ന, എന്നെ അറിയുന്ന അവൻ അത് തിരിച്ചറിയണമായിരുന്നു. അത് ഞാനെന്ന് പറയുന്ന വ്യക്തി അവിടെ ഹേർട്ടായി. എന്റെ ആത്മാഭിമാനത്തിന് അത് ഇത് സംഭവിച്ചു എന്നുള്ളത്
അവൻ മനസ്സിലാക്കിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കാലാകാലങ്ങളോളം ഒരു 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 പുരുഷനും ഒരു സ്ത്രീക്കും ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം. ഞാൻ അഭിമാനിച്ച് പറഞ്ഞിട്ടുണ്ട്, 10-25 വർഷത്തിന് മുകളിലായില്ലേ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. അത് ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്, മനസ്സിലായോ? അതിനപ്പുറത്തേക്ക് ഒരു ബോർഡർ ക്രോസ് ചെയ്തിട്ടേ ഇല്ല. ഞാൻ ഇന്നേ വരെ എൻ്റെ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ പോലും നിന്നിട്ടില്ല. ഞാൻ അവന്റെ വീട്ടിൽ പോയി നിൽക്കാറുണ്ട്, മനസ്സിലായോ? അപ്പം അത്രയും സേഫായിട്ടുള്ള ഒരു സ്ഥലവും എനിക്ക് അത്രയും ഏറ്റവും കുടുംബപരമായിട്ടും അടുത്ത ആളുകളാണ്. എന്നിട്ട് പോലും ഒരു ഇഷ്യൂ വന്നപ്പം എന്നെ മനസ്സിലാക്കാൻ അവനെ കൊണ്ട് സാധിച്ചില്ല. ഞാനെന്ന് പറയുന്ന സ്ത്രീയെ, ഞാനെന്ന് പറയുന്ന വ്യക്തിയെ അവൻ മനസ്സിലാക്കിയില്ല. അവനുള്ളതും ഒരു പെൺകുട്ടിയാണ്, മനസ്സിലായോ? അപ്പോഴും അവന്റെ ചിന്തകള്, അവന്റെ ചിന്താഗതികൾ, ഞാൻ കുറ്റം പറയല്ല, ചുരുങ്ങി കിടക്കുകയാണ്, മനസ്സിലായോ? സ്ത്രീ എന്നും മിണ്ടാതിരിക്കേണ്ടവളാണ്, സംസാരിക്കേണ്ടവളല്ല എന്നുള്ള ഒരു ചിന്ത അവിടെയുണ്ട്. അതിനെ ബ്രേക്ക് ചെയ്യാൻ അവന് പറ്റാത്തടത്തോളം എനിക്കൊരിക്കലും അവൻ്റെ ഫ്രണ്ടായിട്ടിരിക്കാൻ സാധിക്കില്ല. അതെ, അതങ്ങനെയാണ് ഒരു പുരുഷൻ എന്നുള്ള രീതിയിൽ ചിന്തിക്കുള്ളൂ, മനസ്സിലായോ? അത് പ്രൊട്ടക്റ്റീവ് ആയതാണ്, നീ അത് ചെയ്യരുതായിരുന്നു എന്ന് എങ്കിലും ഞാനെന്ന് പറയുന്ന ഒരു സ്ത്രീയെ, ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയെ മനസ്സിലാക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടെ അവനുണ്ട്, അല്ലേ? ഞാനെന്ന് പറയുന്ന വ്യക്തി അവിടെ, ഞാനല്ല മിണ്ടാതിരുന്നത്, അവനാ മിണ്ടാതിരുന്നത്. അവൻ എന്നോട് സംസാരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. ഓക്കെ, ഇതൊക്കെ പുരുഷന്മാര് തമ്മിലാണെങ്കിൽ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പുരുഷന്മാര് തമ്മിലും ഉണ്ട്. അവര് തമ്മിൽ അത് കഴിയുമ്പം ഒരു 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 കള്ളു കുടിച്ചു കഴിഞ്ഞാൽ, ഒന്ന് തോളത്ത് കൈയിട്ട് കഴിഞ്ഞാൽ അത് തീർന്നു, അത് കഴിഞ്ഞു, നാല് നെറിയൊക്കെ പറയും. സ്ത്രീകൾക്ക് അങ്ങനെ ഒരു സ്പേസ് ഇല്ല. സ്ത്രീകൾക്ക് അങ്ങനെ ഒരു സ്പേസ് ഇല്ല. സ്ത്രീകൾക്കൊരു കാര്യം സംസാരിച്ചു തന്നെ തീർക്കണം, സംസാരിച്ചു തന്നെ തീർക്കണം. ഇത് കേൾക്കാൻ ആ പുരുഷനോട് പേഷ്യൻസും ഉണ്ടാവണം. അതെല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് എപ്പോഴും ഉണ്ടല്ലോ, സ്ത്രീകൾക്ക് പല കാര്യങ്ങളും കാടടച്ച് വെടിവെച്ച് പറയാനേ അറിയുള്ളൂ. ഒരു കാര്യത്തിലേക്ക് സ്ട്രെയിറ്റ് വരാൻ അറിയില്ല. പുരുഷന് അതിനുള്ള ക്ഷമയില്ല. അത് പലപ്പോഴും പല ഭാര്യമാരും പറയുന്ന കേട്ടിട്ടില്ലേ, ഹസ്ബൻഡ് ഞാൻ പറയുന്ന കേൾക്കത്തില്ല, ഞാൻ പറയുന്ന എന്നെ ഒന്ന് കേട്ടാ മതി സംസാരിക്കാൻ. പക്ഷെ അവിടെ ആ ഹസ്ബൻഡിന്റെ ഒരു ഇതെന്താന്ന് വെച്ചാൽ, കേൾക്കണമെന്നുണ്ടെങ്കിൽ അന്ന് നടന്ന കാര്യങ്ങൾ മൊത്തം കേട്ട് കഴിഞ്ഞാലേ കാര്യത്തിലേക്ക് വരുള്ളൂ. അത് ഒരു ദിവസത്തെ ടെൻഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വന്നു കഴിയുമ്പം ഇത് മൊത്തം കേൾക്കാനുള്ള ക്ഷമയില്ല. കാര്യം പറ എന്നുള്ളൊരു, അപ്പൊ ഈ കാര്യം പറയാന്ന് പറയുമ്പം സ്ത്രീകൾക്ക് അത് പറയാൻ പറ്റില്ല. പെട്ടെന്ന് ഒറ്റയടിക്ക് ആ കാര്യത്തിലേക്ക് വരാൻ പറ്റില്ല. ഞാനിപ്പോ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് റീലായിട്ട് പോയാലോ, കാര്യം അത് എല്ലാവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാ. അതായത് എന്നെ കേൾക്കുന്നില്ല ഭർത്താവ് നിസ്സഹായനാ, മനസ്സിലായോ? ഒരു ദിവസത്തെ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോ ഇത് കേൾക്കാൻ ക്ഷമയില്ല. പക്ഷെ രണ്ട് രീതിയിലാണ് ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ എൻ്റെ സുഹൃത്തുക്കൾ കൂടുതലും പുരുഷന്മാരായതുകൊണ്ടാണ് എനിക്കിത് മനസ്സിലാവുന്നത്. അതുകൊണ്ട് എൻ്റെ ചിന്തകളും എൻ്റെ രീതികളും കൂടുതലും പുരുഷന്മാരെ കൂട്ടാം, മനസ്സിലായി? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ മമ്മി എന്തേലും അത് കാര്യം പറ, കാര്യത്തിലേക്ക് വാ എന്ന് ഞാൻ പറയും. പപ്പനോടാണേലും അതെ, ഇങ്ങനെ കാര്യം പറ എന്ന് വെച്ചാൽ അത് അവിടെ അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ പറ. അത് എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ സാൻഡ്ര ആണെങ്കിലും പൊതുവെ ഇങ്ങനെ ഒരു പ്രശ്നം ഒരാൾ നമ്മളോട് പറയുമ്പോൾ നമ്മുടെ വിചാരം എന്താ, ഇത് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയാ പറയുന്നതെന്നാണ്. അപ്പൊ നമുക്കതിൽ ഉത്തരവാദിത്വമുണ്ട്. പക്ഷെ ഈ പറയുന്ന വ്യക്തിക്ക് ഇതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പൊ മറ്റത് ഇത് കേട്ട് കളയാനാണെങ്കിൽ അത് നാച്ചുറലി പറ്റത്തില്ല. ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലൊക്കെ ഞാനിതിനെ സ്ത്രീകൾ വരണം എന്ന് പറയുന്നതിന്റെ ഒരു കാര്യം അതാണ്. അതായത് പലപ്പോഴും ഇവർക്ക് കേൾക്കാനുള്ള മനസ്സില്ല. ഇരിക്കുന്നവരെല്ലാം ആണുങ്ങളായതുകൊണ്ട് തന്നെ അവർക്ക് സ്ത്രീകളെ കേൾക്കാനുള്ള ക്ഷമയില്ല. അപ്പം ചിലപ്പോൾ നമുക്കൊരു അപ്പോളജി മതിയായിരിക്കും. നമുക്കൊരു ഇൻസൾട്ട് അവിടെ സംഭവിച്ചു. ഈ കേസിൽ പോലും, ഇപ്പൊ ഈ നടന്ന കേസിൽ പോലും, സാൻഡ്ര ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി, ക്ഷമിക്ക്, ഇനി അങ്ങനെ നമ്മുടെ അതിൽ നിന്ന് വരാതിരിക്കാൻ നമുക്ക് നോക്കാം, തീർന്നേനെ അവിടെ.
അല്ല അവിടെ അപ്പൊ ഈ തീരേണ്ട കേട്ടോ. അവിടെ തീരേണ്ട കാര്യമാണ്. അതിന് പകരം എന്താന്ന് വെച്ചാ പോയി ചെയ്യും. ഞങ്ങളെ ഒരു കുന്തവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് ഒരു കേറി പിടിച്ച കേസൊന്നും അല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കുന്തവും ചെയ്യാൻ പറ്റത്തില്ല. എന്താന്ന് വെച്ചാ പോയി ചെയ്യും, എവിടാന്ന് വെച്ചാ പോയി പറ, ഞങ്ങൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻ ഞങ്ങൾക്കുണ്ട് എന്ന് പറയുമ്പം പിന്നെ സ്വാഭാവികമായും ആർക്കാണെങ്കിലും വാശി വരില്ലേ? പിന്നെ വാശിയൊക്കെ എല്ലാവർക്കും വരും. പക്ഷെ സാൻഡ്രയ്ക്ക് അത് ധൈര്യം ഉള്ളത് കൊണ്ട്. കാര്യം ഞാൻ ആരുടെയും എനിക്കൊരു ഗോഡ് ഫാദർ ഇല്ല. ഞാൻ ഇവരുടെ ആരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസ കൊണ്ടല്ല സിനിമ ചെയ്തത്. സ്വന്തമായി സിനിമ ചെയ്യുന്ന, സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അങ്ങനെ എന്നെ ഭയപ്പെടുത്തണ്ട. അതാണ് സുരേഷ് ഏട്ടൻ എന്നോട് ഇവരെയൊക്കെ എഴുന്നള്ളിച്ചുകൊണ്ട് ഇനി പോകാം എന്ന്, അതായത് ഫിലിം പോളിസിയുടെ മീറ്റിങ്ങിൽ സ്ത്രീകളും കൂടെ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പം ശരി വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ശരി വരാം എന്ന് പറഞ്ഞു 1-2 സ്ത്രീകൾ, ഞാനടക്കം. ശരി പോവാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം സുരേഷ് ഏട്ടൻ പറയാണ് ഇനിയിപ്പോ ഇവരെല്ലാം കൂടെ എഴുന്നള്ളിച്ചോണ്ട് പോവാം എന്ന് പറഞ്ഞു. അപ്പം അത് ആ ചുറ്റും ഇരുന്നവര് മുഴുവൻ ചിരിച്ചു കേട്ടിട്ട്. മനസ്സിലായി? എല്ലാരും സ്ത്രീകളടക്കം ചിരിച്ചു. ഞാൻ പറഞ്ഞു എഴുന്നള്ളിച്ചോണ്ട് പോകാൻ നിങ്ങൾ ആരെങ്കിലും എഴുന്നള്ളിച്ചോണ്ട് പോകുന്ന സിനിമ ചെയ്തവരാണോ എന്ന് ഞങ്ങളും ചോദിച്ചു. അപ്പൊ അതായത് നിങ്ങൾ ചെയ്തതും സിനിമ, ഞങ്ങൾ ചെയ്തതും സിനിമ. പിന്നെ ഞങ്ങളെ ഇൻകോമ്പിറ്റന്റ് ആയിട്ട് കാണേണ്ട കാര്യം എന്താ? സുരേഷ് ഏട്ടൻ താക്കോലെല്ലാം കൂടെ വലിച്ചെറിഞ്ഞു. ഞാൻ ഇനി ഒരു തമാശ പറയില്ല ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. അതെങ്ങനെ തമാശയാവുന്നേ? അത് ഇറങ്ങിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പം എല്ലാരും ഇങ്ങനെ ഇതുപോലൊരു ടേബിളിന് ചുറ്റും എല്ലാരും ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ പിൻ ഡ്രോപ്പ് സൈലൻസാ. അതിന്റെ അർത്ഥം എന്താ? ഞാൻ തെറ്റ് ചെയ്തു. സുരേഷ് ഏട്ടനെ പോലെ സീനിയർ ആയിട്ടുള്ള ഒരാളുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സുരേഷ് ഏട്ടൻ പോയ സ്പീഡിൽ തിരിച്ചു കയറി വന്നു. ഞാൻ ഇനി തമാശ പറയാനില്ല എന്ന്. ഞാൻ പറഞ്ഞത് തമാശയല്ല, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് തമാശയല്ല. കാലം മാറി. സുരേഷ് ഏട്ടനും 2 പെൺകുട്ടികളാണ്. ചിലപ്പം ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ആദ്യം പ്രതികരിക്കുന്നത് സുരേഷ് ഏട്ടന്റെ മക്കളായിരിക്കും. മനസ്സിലായോ? അവർ ഈ കാലഘട്ടത്തിലെ ആൾക്കാരാണ്. അവരായിരിക്കും ആദ്യം പ്രതികരിക്കുക. സുരേഷ് ഏട്ടൻ ശരിക്കും ശുദ്ധനായ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് സുരേഷ് ഏട്ടൻ ആ ഒരു മൊമെന്റിൽ അറിയാതെ പ്രതികരിച്ചതായിരിക്കാം. അങ്ങനെ തെറ്റാണ്. അത് ചൂണ്ടിക്കാണിക്കാൻ ആൾക്കാർ വേണം. ആ ചൂണ്ടിക്കാണിക്കുന്നവരെ അവര് തെറ്റുകാരാണ് എന്ന് പറഞ്ഞ് ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. ഞാനത് പറയും, ഞാനത് എവിടെയാണേലും പറയും. കാര്യം ഞാൻ അവരുടെ ആരുടെയും ചെലവ് സിനിമ ചെയ്ത ആളല്ല. എനിക്ക് തോന്നുന്നു ഈ ജനറേഷൻ മാറി വന്നതൊന്നും അറിഞ്ഞിട്ടില്ല. അതാ ഞാൻ പറഞ്ഞ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്ത ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. അതറിയണം. അതറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊട്ട് കിട്ടണം. ഇതിനേക്കാൾ കൂടുതൽ ക്രിറ്റിസിസം കേട്ടിട്ടുള്ളതാണ് ആടിന്റെ പേരിൽ. ആടിന്റെ പേരിൽ എന്നെ പച്ചത്തെറി വിളിച്ചിട്ടുണ്ട് ഒരാള്. വിളിച്ചിട്ട് എന്ത് പടമാണ് നിങ്ങൾ എടുത്തു വെച്ചേക്കുന്നത്. എന്നെ മമ്മൂക്ക വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് കേസുമായിട്ട്. എന്താണ് വലിയ താരങ്ങളുടെ, അതായത് ഇൻഡസ്ട്രിയിൽ വലിയ താരങ്ങളുടെ പെൺകുട്ടികൾ, ഇപ്പോൾ ദുൽഖർ നോക്കിയാൽ ദുൽഖർ, പ്രണവ്, ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മക്കൾ, ജയറാമിൻ്റെ ആൺകുട്ടി, എവിടെ നോക്കിയാലും ഇപ്പോൾ സംവിധാനത്തിലാണെങ്കിലും എല്ലായിടത്തും ഇൻഡസ്ട്രിയിലുള്ള ആൺകുട്ടികൾക്ക് നിറച്ചുണ്ടാവും. പക്ഷെ പെൺകുട്ടികൾ കാണില്ല. എന്താ ഇതിൻ്റെ പിന്നിലെ രഹസ്യം?